السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളിൽ പവിത്രമാക്കിയ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ആഴ്ചകളായിട്ട് ചർച്ച ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആകളെ കുറിച്ചാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിക്കേണ്ടതും അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി വരികയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പരിഗണിക്കുകയും പ്രത്യേകം കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത പ്രവാചകനാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം, അങ്ങനെ പറയാം. ഖലീലുല്ലാഹ്, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു, അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖലീലാക്കി എന്ന് പ്രത്യേകമായിട്ട് അള്ളാഹു പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിൻപറ്റാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരാളെ നിങ്ങൾ ഇയാളെ പിൻപറ്റണം, അല്ലെ ഇയാളെ ഫോളോ ചെയ്യണം എന്ന് പറയുമ്പം അയാളുടെ എന്തെങ്കിലും ക്വാളിറ്റി നമ്മൾ പറയും. എന്തെങ്കിലും ഒരു ക്വാളിറ്റി പറഞ്ഞിട്ടാണ് പറയാ നിങ്ങൾ ഇയാളെ ഫോളോ ചെയ്യണം, കാരണം ഇന്ന ക്വാളിറ്റി ഉള്ള ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഇത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിമിന്റെ മില്ലത്തിനെ, പാതയെ, നബിയെ താങ്കൾ പിൻപറ്റണം. നബിയോട് പറയാ, ഇത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ. ബാക്കി എല്ലാരോടുള്ള കൽപ്പനയാണ്, നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ പിൻപറ്റണം. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ വത്തബഅ മില്ലത ഇബ്രാഹിമ ഹനീഫ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അല്ലെ, ഏറ്റവും നല്ല ദീനുള്ളവൻ, ഏറ്റവും നല്ല മതത്തെ അനുസരിച്ചവൻ, ഏറ്റവും നല്ല രീതിയിൽ മതത്തെ ഉൾക്കൊണ്ടവൻ. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടിയിട്ട് പൂർണ്ണമായും കീഴൊതുങ്ങിയവനാണ്, പൂർണ്ണമായും കീഴ്വണക്കം നടത്തിയവനാണ്, മുസ്ലിമായവനാണ്. ഇസ്ലാം, ഇസ്തിസ്ലാം, പൂർണ്ണമായിട്ടും അള്ളാഹുവിന് കീഴൊതുങ്ങുക. അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഷർത്താണ് അൽ ഇസ്തിസ്ലാം, അൽ ഇൻഖിയാദ്. പൂർണ്ണമായിട്ടും അള്ളാഹുവിന് കീഴൊതുങ്ങുക, അള്ളാഹുവിന് വേണ്ടിയാവുക. വലിയ വലിയ വാക്കാണ് അതൊക്കെ. അള്ളാഹുവിന് വേണ്ടിയാവുക. നീ എന്തിനാ ജീവിക്കുന്നത്? അള്ളാഹ്ക്ക് വേണ്ടി. ഖലാസ്. നിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എന്തിനാ? അള്ളാഹ്ക്ക് വേണ്ടി. അതിൻ്റെ അപ്പുറം വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചരിത്രത്തിൽ നാം ഓർക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന് വേണ്ടി ജീവിച്ചൊരു പ്രവാചകനാണ്. അള്ളാഹുവിന് വേണ്ടി ജീവിച്ചൊരു പ്രവാചകനാണ്. അള്ളാഹുവിന് വേണ്ടിയായൊരു പ്രവാചകനാണ്. ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞു, അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖലീലാക്കുകയും ഇബ്രാഹിം നബിയെ അള്ളാഹു പിൻപറ്റാൻ പറയുകയും ചെയ്തു. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിക്കാൻ എങ്ങനെയൊക്കെ പറ്റുമോ അതിൻ്റെ ഏറ്റവും അവസാനത്തെ രീതിയിൽ പോലും അള്ളാഹുവിനെ അനുസരിച്ച ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതിൻ്റെ അപ്പുറമില്ല, ഗായത്തിലെത്തി ഇബ്രാഹിം നബി. ഇനി അങ്ങോട്ട് നമ്മൾ പറയില്ലേ, ഇതിൻ്റെ അപ്പുറം ഞാൻ എന്താ ചെയ്യണ്ടേ? നമ്മൾ പറയില്ലേ, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഇനി ഇതിൻ്റെ അപ്പുറം ഞാൻ എന്താ ചെയ്യണ്ടേ? അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന് വേണ്ടി അനുസരണയുള്ള ഒരു നബിയായി. അല്ലെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആണ് റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക്. ഇസ്മായിൽ നബിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് പറയാം, റബ്ബന, അല്ലാഹുവേ, റബ്ബേ, വജഅൽനാ മുസ്ലിമൈനി ലക്. അല്ലാഹുവേ, നിനക്ക് കീഴൊതുങ്ങുന്നവരാക്കണേ അല്ലാ. നമ്മളെ രണ്ടാളെയും നിനക്ക് കീഴൊതുങ്ങുന്നവരാക്കണേ അല്ലാ. ഇസ്തിസ്ലാമു ലില്ലാഹ്, കീഴൊതുക്കം. അത് വളരെ വിഷയമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 7 ഷർത്തുകളിൽ ഒന്ന് അൽ ഇൻഖിയാദ്, അതായത് കീഴ്വണക്കം, അള്ളാഹുവിനാവുക. എന്താണ് അള്ളാഹുവിനായാലുള്ള പ്രശ്നം?
അതായത് അള്ളാഹുവിന് വേണ്ടി ആയാൽ, ഒരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ആവുക, അള്ളാഹുവിന് വേണ്ടി കീഴൊതുങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരെ അവൻ പിന്നെ ഒന്നും ചെയ്യൂല, അള്ളാഹുവിന്റെ നിരോധനങ്ങൾ ചെയ്യാൻ ഒരുങ്ങൂല. ഞാൻ അള്ളാഹ്ക്കാണ്, നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്? അള്ളാഹു പറഞ്ഞു അതുകൊണ്ട്. നീ എന്താണത് ചെയ്യാത്തത്? അള്ളാഹു ചെയ്യണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടില്ല. പൂർണ്ണമായിട്ടും അള്ളാഹുവിനാക്കുക, അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക. ഇബ്രാഹിം നബിയുടെ ദുആണ് റബ്ബന വജഅൽനാ മുസ്ലിമൈന ലക, നിനക്ക് കീഴൊതുക്കമുള്ളവരാക്കണേ അല്ലാഹ്, വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമതൻ ലക, അല്ലാഹുവേ നിനക്ക് കീഴൊതുങ്ങുന്ന ഒരു ഉമ്മത്തിനെ എന്റെ മക്കളിൽ നിന്ന് നീ ഉണ്ടാക്കണേ അല്ലാഹ്. മുഫസ്സിറുകൾ പറഞ്ഞു, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞവരിൽ കൂട്ടത്തിൽ പറഞ്ഞു അത് അറബികളെ കുറിച്ചാണ്, അൽ അറബ് അല്ലെ. പിന്നീട് ഉണ്ടായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നത് അല്ലെ. ദീനിന് വേണ്ടിയിട്ടും തൗഹീദിന് വേണ്ടിയിട്ടും പടപൊരുതിയ വലിയൊരു ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതവും അങ്ങനെയായിരുന്നു, ഇസ്തിസ്ലാമുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിച്ചു പോരേണ്ട ഒരു ചരിത്രം, ഒരുപാട് ചിന്തിക്കേണ്ട ഒരു ചരിത്രം, നമ്മളെ പോലെ പച്ചയായ മനുഷ്യൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്ത് വാങ്ങാണ്, അള്ളാഹുവേ എന്നെയും എന്റെ മക്കളെയും നീ നിനക്ക് കീഴൊതുങ്ങുന്ന ഒരാളാക്കണേ എന്ന് ഇബ്രാഹിം നബി ദുആ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഇബ്രാഹിം നബിയുടെ കീഴ്വണക്കം? അത് നമ്മൾ അറിയണ്ടേ. എങ്ങനെയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കീഴ്വണക്കം? ഷാമിൽ നിന്നും ഹാജറ ബീവിയെയും ഇസ്മായിൽ ആകുന്ന മുല കുടിക്കുന്ന മകൻ, പാല് കുടിക്കുന്ന മോനാണ് ഇസ്മായിൽ നബി. ഹാജറായി പാല് കൊടുത്തോണ്ടിരിക്കുക. ആ സമയത്താണ് ഷാമിൽ നിന്നും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലേക്ക് വരുന്നത്. എന്തിനാ വരുന്നത്? ദഅവത്ത് ചെയ്യാൻ, ലിഖൗമിൻ ആഖരീൻ, മറ്റുള്ള ആളുകളിലേക്ക് തൗഹീദ് എത്തിക്കാൻ. യുദ്ധം കഴിഞ്ഞിട്ടാ വരുന്നത് അല്ലെ. ഇറാഖിൽ നിന്ന് കണ്ട എപ്പം തുടങ്ങിയതാ ദഅവത്ത്? എപ്പം തുടങ്ങിയതാ? ചെറിയ പ്രായത്തിൽ തുടങ്ങിയതാണ് അല്ലെ. ഇബ്രാഹിം നബിനെ കുറിച്ച് നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് ആളുകൾ വെച്ചത് പറഞ്ഞ എന്താണ്? ഫതൻ യുഖാലു ലഹു ഇബ്രാഹിം, ഒരു ചെറുപ്പക്കാരനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഒരു ചെറുപ്പക്കാരനാണ് ആ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഇലാഹുകളെയൊക്കെ തള്ളിപ്പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ ഇലാഹുകളെയൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് ഒരു അള്ള മാത്രം മതി, അള്ള മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാകട്. അവന്റെ പേര് ഇബ്രാഹിം എന്നാണ് തോന്നുന്നു. അവനാണ് ഈ ഫിത്നകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചെറുപ്പക്കാരൻ, അവിടുന്ന് തുടങ്ങിയതായ യുദ്ധം. ബാപ്പ നമ്മൾ പറഞ്ഞു അല്ലെ, വസ്സലാം കൂടെയുണ്ട്, ചെറിയ മോൻ, ചെറിയ മോൻ. ഇതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യണം. നമ്മൾ വെറുതെ ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ടിട്ട് ആ നബിയുണ്ട് പ്രവാചകനുണ്ട് ഇല്ല. ഇന്ന് നമ്മൾ മക്കയെ കണ്ടു അല്ലെ. ഇന്ന് നമ്മൾ മക്കയെ കണ്ടു. ആ മക്ക, കഅബയുടെ ചുറ്റുമുള്ള ആ ഹറമിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടാലുള്ള മക്ക എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ഇപ്പം ഏത് കാലത്ത് നമ്മൾ ജീവിക്കുന്നത്? എന്നിട്ടും കുറച്ചല്ലേ, മദീനയിൽ നിന്നും ഒരു ഹജ്ജൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എത്തിയ കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താണ്. ആലോചിച്ചോക്ക്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായിട്ട് മക്കയിലേക്ക് വരുന്നത്. ആ സമയത്ത് ഹാജറ ബീവിയെയും ഇസ്മായിൽ നബിയെയും കൊണ്ട് ഇബ്രാഹിം നബി മക്കയുടെ ആ മരുപ്രദേശത്ത് ആ പാറകൾക്കിടയിൽ ഇബ്രാഹിം നബി ഹാജറ ബീവിയെ മോനെ അവിടെ ആക്കുകയാണ്. അള്ളാഹ് പറയാണ്, ഹിജറയാണ്. ഷാമിൽ നിന്നും ഹിജറ ചെയ്ത് മക്കയിൽ എത്തുകയാണ് ഇബ്രാഹിം നബി. അവിടെ ആക്കിയിട്ട് ഇബ്രാഹിം നബി തിരിച്ചു പോവാണ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് മക്കളുണ്ട്, നമുക്ക് ഭാര്യയുണ്ട്, നമുക്ക് ഉപ്പയുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട് അല്ലെ. നമ്മൾ ഇവിടെ തന്നെ നാട്ടിലേക്ക് ഫാമിലിയിലൊക്കെ നമ്മൾ പറഞ്ഞയച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ട് റൂമിലേക്ക് അല്ലെ. നമ്മളെ ചെറിയ കളിച്ചോണ്ടിട്ട് നമ്മളെ മക്കളെയും എല്ലാവരെയും നാട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ആക്കിയിട്ട് തിരിച്ചു പോവാണ്. ബേക്കിൽ നിന്ന് ഹാജറ ബീവി ചോദിക്കാണ്, അല്ല യാ ഷെയ്ഖൽ കരീം, അങ്ങനെ ചോദിക്കുന്നത്, അല്ല നിങ്ങളെ എങ്ങോട്ടാ പോകുന്നത്? ഇത് എവിടെയാ നമ്മൾ ആക്കിയത്? കുടിക്കാനുമില്ല, തിന്നാനുമില്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്ത ഇവിടെ ആക്കിയിട്ട് എങ്ങോട്ടാ അല്ലെ. സ്വാഭാവികമായിട്ട് ഒരു ഭാര്യ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ല ഇത് എങ്ങോട്ടാ? ഇബ്രാഹിം നബി തിരിഞ്ഞില്ല. എന്താ പറയാ? മറുപടി ഒന്നുമില്ല. ഭാര്യയോടും മറുപടി ഒന്നൊരു മനുഷ്യനായ ഇബ്രാഹിം നബിക്ക് പറയാനില്ല. ഒന്നുമില്ലാത്ത ഈ ഒരു മരുക്കാട്ടിൽ ചെറിയ കൈക്കുഞ്ഞായ മോനെ ഒരു പാത്രത്തിൽ, ഹദീസിൽ കാണാം, ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമുണ്ട്, കുടിക്കാനുള്ള കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് ഈത്തപ്പഴമുണ്ട് ഹജറ ബീവിന്റെ കയ്യിൽ.
ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ആക്കിയിട്ട് തിരിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഭാര്യ ചോദിക്കാണ്, ഇബ്രാഹിം എങ്ങോട്ടാണ് ഈ പോകുന്നത്? എന്നെയും ഈ കൈക്കുഞ്ഞിനെയും ഇവിടെ ആക്കിയിട്ട് എങ്ങോട്ടുള്ള പോക്കാണിത്? ഇബ്രാഹിം നബിക്ക് മറുപടി ഇല്ല. എന്താ മറുപടി പറയാ? ഞാൻ ഇപ്പൊ വരുന്നോ, അല്ലെങ്കിൽ ഞാൻ സാധനം വാങ്ങി വരാന്നോ? ഒരു ഭർത്താവിന് മറുപടിയില്ല. ആവർത്തിച്ച് ചോദിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി ഒന്നും ഇല്ലാത്തപ്പോ ഹജറ ബിബി അങ്ങോട്ട് പറയാണ്, അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം. ഇബ്രാഹിമേ, അള്ളാഹ് പറഞ്ഞിട്ടാണോ, അള്ളാന്റെ കൽപ്പനയാണോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അള്ളാന്റെ കൽപ്പനയാണോ ഇബ്രാഹിമേ? അല്ല, ഇബ്രാഹിം ചെയ്യൂല. നല്ലൊരു ഭർത്താവാണ് ഇബ്രാഹിം, മക്കൾക്ക് നല്ലൊരു ഉപ്പയാണ് ഇബ്രാഹിം. ഒന്നുമില്ലാത്ത ഈ മരുക്കാട്ടിൽ ഒറ്റക്കെട്ട് പട്ടിണിക്ക് കൊല്ലാൻ ഒരിക്കലും ഇബ്രാഹിം ചെയ്യൂല എന്നാ ഭാര്യക്കറിയാം. പിന്നെ എന്താണ് ഇബ്രാഹിം? അടുത്തൊരു ചോദ്യം ആ ഭാര്യ ചോദിക്കണം. ആ മാപ്പിളോട് ആ ഭാര്യ ചോദിക്കണം. ഹജറ ബീബി ചോദിച്ചു ഇബ്രാഹിം നബിനോട്, അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം. ഇബ്രാഹിമേ, അള്ളാഹ് പറഞ്ഞിട്ടാണോ അതാവാനാണ് ചാൻസ് എന്നാ ആ ഭാര്യക്കറിയാം, ഹജറ ബീബിക്കറിയാം. അല്ലാതെ ഇബ്രാഹിം ചെയ്യൂല. ആ ചോദ്യം ഭാര്യയിൽ നിന്ന് വന്നപ്പോൾ ഇബ്രാഹിം നബിക്ക് ഉത്തരം വന്നു. ഇബ്രാഹിം നബി പറഞ്ഞു, നാം, അതെ, തലയാട്ടി. അവിടെ വേറെ സംസാരമില്ല, വേറെ വിശദീകരണമില്ല. ഉടനെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ ഹാജറ, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ഹാജറ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, എന്നാ ഇബ്രാഹിം പൊയ്ക്കോ, വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം, അള്ളാഹു ഒരിക്കലും നമ്മളെ പാഴാക്കൂല. ചെറിയ വാക്കല്ല പ്രിയപ്പെട്ടവരെ, ചെറിയ വാക്കല്ല. അള്ളാഹു നമ്മളെ പാഴാക്കൂല. എന്തൊരു ശക്തിയാണ് ആ വാക്കിന്, എന്തൊരു ശക്തിയാണ് ആ വാക്കിന്. അള്ളാഹു നമ്മളെ പാഴാക്കൂല. പോയിക്കോ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു നീങ്ങി. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനും ഭാര്യയും മനുക്കാട്ടിലാണ് അല്ലെ. ഭൗതികമായ പദാർത്ഥങ്ങളെ ചിന്തിച്ചു നോക്കിയാൽ ഒരു മാപ്പിള അല്ലെങ്കിൽ ഒരു ഭർത്താവ് ചിന്തിക്കാണ്. അവിടെ ഹാജർ ഒറ്റക്കാണ്, ചെറിയ മോനാണ്, ആരുമില്ല, മനുഷ്യനായിട്ട് ആരുമില്ല, ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കാൻ, അല്ലെങ്കിൽ ആളുകളൊക്കെ വന്നു പോകുന്ന ഏരിയയാണ്. ഒന്നുമില്ല, ആരുമില്ലാത്തൊരു ഏരിയയിൽ തന്റെ ഭാര്യയെയും തന്റെ ചെറിയ മോനെയും അവിടെ ആക്കിയിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു നീങ്ങി. മുഫസ്സിരീങ്ങൾ തഫ്സീറിൽ പറയാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ച് അങ്ങോട്ടെത്തി. അതായത് ഹാജറ ബീബി നോക്കുമ്പോ കാണാത്ത രൂപത്തിൽ മറഞ്ഞു, കണ്ണെത്തും ദൂരത്തിനപ്പുറത്തി. അവിടെ നിന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, റബ്ബന അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളാണ് നമ്മുടെ സംസാരത്തിന്റെ മർമ്മം അതാണ്. നമ്മൾ ദുആ ചെയ്യണം, അള്ളാഹിനോട് പറയണം എല്ലാം. ഫ്ലൈറ്റ് കയറ്റിയിട്ട് മക്കളെയും ഉമ്മാനെയും ഉപ്പാനെയും മോളെയും മോനെയും ഒക്കെ ഫ്ലൈറ്റ് കയറ്റി തിരിച്ചു വരുമ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. നമ്മൾ, അല്ലാഹ് അവരെ നീ കാക്കണേ അല്ലാഹ്, അവരെ നീ സംരക്ഷിക്കണേ അല്ലാഹ്, അവർക്ക് നീ വേണ്ടത് കൊടുക്കണേ അല്ലാഹ്, അവരെ യാത്ര റാഹത്തിലാക്കണേ അല്ലാഹ്, നാട്ടിലെത്തിയാൽ സുരക്ഷിതമാക്കണേ അല്ലാഹ്. അള്ളാഹിനോട് പറയണം നമ്മൾ. നല്ല ഫ്ലൈറ്റ് ആണ്, നല്ല ടിക്കറ്റാണ്, ഭക്ഷണമുണ്ട്, എല്ലാം ഉണ്ട്, സൗകര്യമുണ്ട്, ഒരു ബേജാറില്ല, എല്ലാം അടിപൊളിയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണെത്തും ദൂരത്തിനപ്പുറത്തിട്ട് അള്ളാഹിനോട് ദുആ ചെയ്താണ്, അല്ലാഹുവേ, അല്ലാഹുമ്മ റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, പവിത്രമായ നിന്റെ മണ്ണിൽ എന്റെ മക്കളെ ഞാൻ ഇതാ അല്ലാഹുവേ, ഭക്ഷണമില്ലാത്ത, ഒരു കൃഷിയില്ലാത്ത, തിന്നാനൊന്നും കിട്ടാത്ത ഒരു മരുപ്പറമ്പിൽ ഇതാ ഞാൻ താമസിപ്പിക്കുകയാണ് അല്ലാഹുവേ. എന്നിട്ടാണ് ഞാൻ പോകുന്നത്. റബ്ബന ലിയുഖീമുസ് സ്വലാത്ത്, റബ്ബന റെഡിയാണ്, എനിക്കിനി ഒന്നും പറ്റൂല, ഇനി ആർക്കിനി ഒന്നും എന്നെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ നിർഭയത്വം. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്, തുള്ളിച്ചാടി കളിക്കാണ് ആ മോൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇരുത്തിയിട്ട് പറയണമല്ലോ, ബോധ്യപ്പെടുത്തണം മോനോട് പറഞ്ഞു, മോനെ, ബാപ്പ മോനെ കൊണ്ടുവന്നത് അല്ലെ, സൂറത്ത് സാഫാത്ത്. ഫലമ്മ ബലഗ മഅഹു സഅയ് ഖാല യാ ബുനയ്യ, മോനെ, ഇന്നി അറാ ഫിൽ മനാം. ബാപ്പ മോനോട് പറയാ, ഇന്നി അറാ ഫിൽ മനാം, മോനെ, ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, അന്നി അസ്ബഹുക, നിന്നെ അറുക്കുന്നതായിട്ട്. അതായത് നിന്നെ അറുക്കാൻ അള്ളാന്റെ കൽപ്പനയുണ്ട് മോനെ, നിന്നെ അറുക്കാൻ, നിന്നെ ദബഹ് ചെയ്യാൻ അള്ളാന്റെ കൽപ്പനയുണ്ട്. ഫൻദുർ മാദാ തറ,
മോനിക്ക് എന്തെങ്കിലും പറയാനുണ്ടാ? മോനിക്ക് എന്തെങ്കിലും ബാപ്പാനോട് പറയാനുണ്ടാ? അള്ളാന്റെ കൽപ്പനയാണ് ബാപ്പാനോട് മോനെ അറുക്കണം എന്നുള്ളത്. അതിനാണ് ബാപ്പ മോനെ കൂട്ടിക്കൊണ്ടുവന്നത്. ഫന്ദുർ മാദാ തറ, മോൻ എന്ത് പറയുന്നു? മോനിക്ക് എന്തെങ്കിലും അല്ലെ, ഒരു ബാപ്പ ആ ബാപ്പാന്റെ ഒരു ഉത്തരവാദിത്വം എന്ന രൂപത്തിൽ മോനോട് ചോദിക്കാണ് അല്ലെ, ബാപ്പ മോന്റെ ബന്ധം. ഫന്ദുർ മാദാ തറ, മോന്റെ അഭിപ്രായം എന്താണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതുവരെ ചെയ്തതെല്ലാം അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയെ എതിർക്കാൻ ഇബ്രാഹിം ആകുന്ന പ്രവാചകൻ ഒരു 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 നിലക്കും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ സ്വപ്നം കണ്ടു അത് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് ബോധ്യപ്പെട്ട ഇബ്രാഹിം നബി മകനെ അറുക്കാൻ വേണ്ടി എല്ലാ സജ്ജീകരണത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അറുക്കണം, എന്തായാലും അള്ളാഹിന്റെ കൽപ്പനയാണ്, അറുക്കണം. പക്ഷെ ഒരു ബാപ്പ എന്ന നിലക്ക് മോനോട് പറഞ്ഞു, ഫന്ദുർ മാദാ തറ, മോനെ എന്താണ് അഭിപ്രായം? എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മോനിക്ക് ബാപ്പാനോട് പറയാം. പക്ഷെ ബാപ്പ ഇതുവരെ അള്ളാഹിന്റെ മുമ്പ് തോറ്റിട്ടില്ല. ബാപ്പ ഇതുവരെ അള്ളാഹിന്റെ ഒരു കൽപ്പനകൾക്കും എതിരെ നിന്നിട്ടില്ല. മോനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ. ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ആ കുടുംബത്തെയും ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് മാതൃകയാണ് എന്നും ഇബ്രാഹിമിന്റെ കുടുംബം ലോകർക്ക് മാതൃകയാണ് എന്നും പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സർവ്വ സർട്ടിഫിക്കറ്റും നൽകി ആ ബാപ്പാക്കും മക്കൾക്കും നൽകിയതിന്റെ കാരണം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടിയുമാണ്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകുന്ന കുഞ്ഞുമോന് പറഞ്ഞു ബാപ്പാനോട്, യാ അബതി, ബാപ്പ അറിയാം, ഇബ്രാഹിം ആകുന്ന ബാപ്പയെ അറിയാം. ആ മകന് അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരെ ഒന്നും എന്റെ ബാപ്പ ഇതുവരെ ചെയ്തിട്ടില്ല. എന്റെ ബാപ്പ ഒന്നും ചെയ്തിട്ടില്ല, എന്റെ ബാപ്പ ചെയ്യൂല. അള്ളാഹുവിന്റെ കൽപ്പനകൾ അതുപോലെ അനുസരിച്ച് ശീലമുള്ള ബാപ്പയാണ് എന്റെ ബാപ്പ. അത് കണ്ട് ശീലിച്ച മകനാണ് ഇസ്മായിൽ. ഇസ്മായിലിനും അതിനപ്പുറം ചിന്തിക്കാൻ കഴിയില്ല. അള്ളാഹുവിനനുസരിച്ച് ശീലിച്ചൊരു ബാപ്പാനെ കണ്ടു വളർന്ന മകൻ ഇസ്മായിൽ. എന്തിനും ഏതിനും അള്ളാഹുവിന്റെ കൽപ്പന ഇതാണ് മക്കളെ എന്ന് പഠിപ്പിച്ച ബാപ്പ. ആ ബാപ്പ അള്ളാന്റെ കൽപ്പനകൾക്കെതിരെ ഒന്നും ചെയ്യൂല എന്ന് ബോധ്യമുള്ള മകൻ. ആ മകനും ബോധ്യപ്പെട്ടു ജീവിതത്തിൽ അള്ളാഹുവിനെയാണ് അനുസരിക്കേണ്ടത് എന്ന്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരെ ഒന്നും നമ്മൾ ചെയ്യരുത് എന്ന് ബോധ്യപ്പെട്ട മകൻ. ആ മകന്റെ വായിൽ നിന്നും വന്നതും അത് തന്നെയാണ് വന്നത്. യാ അബതി ഫഅൽ മാ തുഅ്മർ, ഓ ബാപ്പ, ബാപ്പാനോട് അള്ളാഹു കൽപ്പിച്ചത് എന്താണോ അത് താങ്കൾ ചെയ്യൂ ബാപ്പ. ഇഫ്അൽ മാ തുഅ്മർ, അതെന്താണ് എങ്ങനെയാണ് ഒന്നുമില്ല. ബാപ്പാനോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചത്, ഇഫ്അൽ മാ തുഅ്മർ, താങ്കളോട് കൽപ്പിച്ചത് എന്താണോ അത് ചെയ്യ്. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ബാപ്പാ ക്ഷമിച്ചവരുടെ കൂട്ടത്തിൽ നാളെ ആഖിറത്തിൽ ബാപ്പാക്ക് മോനെ കാണാം. ബാപ്പാക്ക് നാളെ ആഖിറത്തിൽ ക്ഷമിച്ചവരുടെ കൂട്ടത്തിൽ ഈ മോനെ കാണാൻ ബാപ്പ. അതുകൊണ്ട് ധൈര്യമായിട്ട് ബാപ്പ അറുത്തോ, ഒരു ശങ്കയില്ലാതെ ബാപ്പ അറുത്തോ. അള്ളാഹിന്റെ കൽപ്പനയാണ് ബാപ്പാക്ക്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് അറുക്കാൻ ഒരുങ്ങാണ്. പൊന്നുമോനെ, ഏതോ ഒരു ഇതിനെ അറക്കലല്ല, ആലോചിക്കണം. നമ്മളെ മോൻ നമ്മൾ വളർത്തി പൊന്നു മോനെ, ഓനില്ലാതെ നമുക്ക് പറ്റൂല, ഓനെ കാണാതെ രസം പറ്റൂല, ഓന്റെ കളി ഇല്ലാതെ നമുക്ക് പറ്റൂല അല്ലെ. അല്ലാഹു അക്ബർ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കയ്യിൽ കരുതിയ കത്തി പൊന്നുമോന്റെ കഴുത്തിലേക്ക് അറുക്കാൻ ഒരുങ്ങാണ്. മുഫസ്സിറുകൾ ചരിത്രങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപത്തിലുണ്ട്. കമിഴ്ത്തിക്കിടത്തി ഫതല്ലഹൂലിൽ ജബീൻ, കാരണം ആ മുഖം കണ്ടാൽ ഒരുപക്ഷെ കൈ വറച്ചു പോകരുത്. ആ കുഞ്ഞുമോന്റെ ആ കൗതുകം നിറഞ്ഞ മുഖം കണ്ടാൽ കൈ വറക്കരുത്. ഈ കൽപ്പനയിൽ നിന്നും പിന്മാറരുത്, അള്ളാന്റെ കൽപ്പനയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കാൻ ഒരുങ്ങി. ഉടനെ തന്നെ അതാ ആകാശ ലോകത്തിൽ നിന്നും വിളിയാളം, യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത الرؤيا ഖദ് സദ്ദഖ്ത الرؤيا, ഇബ്രാഹിമേ നീ നിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. ഇബ്രാഹിം, നിന്റെ കൽപ്പന നീ അനുസരിച്ചു. ഇബ്രാഹിം, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് ഞാൻ പ്രതിഫലം നൽകൽ ഇപ്രകാരമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു സ്വർഗത്തിൽ നിന്നൊരു ആടിനെ ഇറക്കി കൊടുത്തു. ആ ആടിനെ ഇറക്കിയിട്ട് അള്ളാഹ് പറഞ്ഞു, ആടിനെ അർത്താ മതി, നിന്റെ മോന്റെ ഇസ്മായിലിന്റെ രക്തം എനിക്ക് ആവശ്യമില്ല ഇബ്രാഹിം, നിന്റെ മനസ്സാണ് എനിക്ക് ആവശ്യം. ഇബ്രാഹിം അത് കിട്ടി. ഇബ്രാഹിമേ, നിന്റെ പൊന്നുമോൻ എനിക്ക് ആവശ്യമില്ല, ആ മോന്റെ രക്തം എനിക്ക് ആവശ്യമില്ല, എനിക്കാവശ്യം നിന്റെ ഹൃദയമാണ്, നിന്നെയാണ് എനിക്കാവശ്യം.
അത് സ്വദ്ദഖ്ത റുയ, അതെനിക്ക് കിട്ടി, അതെനിക്ക് കിട്ടി. അല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു വെറുതെ ഖലീലാക്കിയതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്രാഹിമിന് അള്ളാഹു ഖലീലാക്കിയതുപോലെ എന്നെയും അള്ളാഹു ഖലീലാക്കി. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു വെറുതെ ഖലീലാക്കിയതാ? അല്ലെ? നമുക്ക് പറയണം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം അങ്ങോളം അങ്ങോളം അങ്ങോളം. നമ്മളൊക്കെ സുഖിക്കാണ് മദീനയിൽ, അല്ലെ? നമ്മളൊക്കെ മദീനയിൽ റാഹത്തിലാണ്, അല്ലെ? 1400 വർഷം മുമ്പ് ഈ മദീനയിലെ ചുറ്റുമതിലുകൾ, ഈ മദീനയിലെ മലകൾ കണ്ട ഒരു നാടുണ്ട്, അല്ലെ? ഇന്നും ആ മലകൾ നമ്മളെയും കണ്ടോണ്ടിരിക്കുകയാണ്. ഇന്നീ മദീനയിലെ മണലുകളും കല്ലുകളും പാറകളും നമ്മളെയും കണ്ടോണ്ടിരിക്കുകയാണ്. ആ കല്ലുകള് അതുപോലെ കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടം ആളുകൾ. എവിടെ? പട്ടിണി കിടന്ന പ്രവാചകന്, വിശന്ന് വലന്ന് പള്ളിയിലേക്ക് കയറി വന്ന അബൂ ഹുറൈറയെ കണ്ട മദീനയാണിത്. തിന്നാനൊന്നുമില്ല. വിശന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തലകറങ്ങി വീഴും. ഭ്രാന്തന്മാര് ചിലപ്പം ഭ്രാന്ത് കൂടിക്കഴിഞ്ഞാൽ വീണു പോകും. അപ്പൊ അറബികൾക്കിടയിൽ അവരെ പെരടിക്ക് ചെവിട്ടുന്നൊരു സമ്പ്രദായമുണ്ട്, അവരുടെ ആ ഒരു ജുനൂനും മാറിക്കിട്ടാൻ. വിശന്ന് വലന്ന് തലകറങ്ങി വീണ അബൂ ഹുറൈറയെ ആളുകൾ ചവിട്ടുമായിരുന്നു, ഭ്രാന്ത് പിടിച്ചതാണെന്ന് കരുതിയിട്ട്. തിന്നാനില്ല, തിന്നാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചു. എന്നിട്ട് വ്യത്യസ്തങ്ങളായ ഈത്തപ്പഴത്തിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ കൊണ്ടുവച്ചു. പഴുത്തതും ചെറിയ ചവർപ്പുള്ള ഈത്തപ്പഴത്തിന് ഒരുപാടുണ്ട്, നമ്മളും തിന്നതിലും അറിഞ്ഞതിലും അപ്പുറം ഉണ്ട്. ഈത്തപ്പഴത്തിന് ഓരോ ഘട്ടം, അതിന് ഓരോ ഘട്ടത്തിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്, രുചിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നാണ് ദുആ ചെയ്യുന്നത്. ലതുസ്അലുന്ന യൗമഇദിൻ അനിൽ ആയത്ത് ഓതുന്നത്. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങളുടെ നിഅമത്തിനെ കുറിച്ച് നാളെ അല്ലാഹു ആഖിറത്തിൽ നിന്ന് ചോദിക്കുമെന്ന്. അവിടെ നിന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ നീ നിഅമത്ത് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി അല്ലദീ ഹുവ അശ്ബഅന വഅർവാന വഅൻഅമ അലൈനാ ബിഅഫ്ള ദുആ ചെയ്യുന്നത്. കാരണം അങ്ങനെയൊന്നും അല്ലാഹുവിന്റെ റസൂൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ മുമ്പിൽ വെച്ച് തിന്നിട്ടില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വിരുന്നിന് വിളിച്ചപ്പോൾ പോകുമ്പോൾ കണ്ടപ്പോൾ ഒരുപാട് ഈത്തപ്പഴങ്ങൾ, ഒരുപാട് വെറൈറ്റികൾ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മ വന്ന ആയത്തതാണ്, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എന്തും നിഅമത്താണോ അല്ലാഹു നാളെ ചോദിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ തെളിയിച്ചു. അതാണ് ഇസ്തിസ്ലാം. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സ. അല്ലാഹു ചോദിക്കുകയാണ്, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്ന് വിമുഖനായിട്ട് പിന്തിരിഞ്ഞു കളയുന്നവൻ, ഇല്ലാ മൻ സഫിഹ നഫ്സ, പൊട്ടനായിരിക്കും അവൻ മൂകനായിരിക്കും, വിഡ്ഢിയായിരിക്കും അവൻ. വിഡ്ഢിയല്ലാത്തൊരുത്തൻ, മൂകനല്ലാത്തൊരുത്തൻ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്നും തിരിഞ്ഞു പോവില്ല. അല്ലാഹു പറയാ, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സ. പോവില്ല. ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്നും മുഖം തിരിച്ച് നടക്കുന്നവൻ ഇല്ലാ മൻ സഫിഹ നഫ്സ, മൂകനാണ്. സ്വന്തത്തെ പൊട്ടനാക്കിയവൻ, സ്വന്തത്തെ വിഡ്ഢിയാക്കിയവൻ, മൂഢനാക്കിയവൻ, അവനല്ലാതെ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്ന് പോകില്ല. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശ്രേഷ്ഠനാക്കി. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശ്രേഷ്ഠനാക്കി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്നും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചതും ഇബ്രാഹിമിനെ പോലെ ആവാൻ. ലഖദ് കാനത് ലക്കും ഫീ ഇബ്രാഹിമ ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹ്. ഇബ്രാഹിമിലും ഇബ്രാഹിമിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇമാമുൻ യുഖ്തദാ ബി. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇമാമുൻ യുഖ്തദാ ബി, പിൻപറ്റപ്പെടാൻ യോഗ്യനായ ഒരു ഇമാമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് അള്ളാന്റെ റസൂലിനോടും അള്ളാന്റെ കൽപ്പന അതാണ്, ഇബ്രാഹിമിനെ പിൻപറ്റണം നബിയെ. ഇബ്രാഹിമാണ് മാതൃക. തൗഹീദിന്റെ വിപ്ലവ പോരാളി നമ്മളാവണം, നമുക്കാവാൻ പറ്റണം.
നമുക്കാവാൻ പറ്റണം. അതിനാണ് നമ്മൾ ഈ ദർസൊക്കെ. നമ്മൾ വെറുതെ വയത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചടങ്ങുണ്ടാക്കൽ നമ്മളെ ലക്ഷ്യമേ അല്ല. നമ്മുടെ ലക്ഷ്യമേ അല്ല. ഈ മദീനയിൽ അള്ളാഹുവിന്റെ റസൂലും സഹാബാക്കളും ഏതൊരു ദീനിന് വേണ്ടി പരിശ്രമിച്ചോ ആ ദീനിന് വേണ്ടി പരിശ്രമിക്കാൻ എങ്ങനെയാണോ അങ്ങനെ, നമുക്ക് എങ്ങനെ കഴിയോ അങ്ങനെ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങണം. നമ്മുടെ ജോലി ഒരു ഭാഗത്ത് നടക്കട്ടെ. ദീനിന്റെ ദഅവത്തിന് അത് തടസ്സാവരുത്. നമ്മുടെ കുടുംബം, ഭാര്യ, മക്കൾ ഒരു ഭാഗത്ത് നടക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും കുടുംബവും ഭാര്യ മക്കളൊക്കെ ഉള്ളവരാണ്. അതൊരു ഭാഗത്ത് നടക്കട്ടെ. ദീനിന്റെ ദഅവത്ത് ഒഴിവാക്കിയിട്ട് ഈ ഒരു ഫീൽഡ് ഒഴിവാക്കിയിട്ട്, ഈ ഒരു കൂട്ടായ്മയെ ഒഴിവാക്കിയിട്ട്, ഈ ഒരു സംഗമത്തെ ഒഴിവാക്കിയിട്ട് എന്റെ ജോലി ഒന്ന് തടസ്സം പറയരുത് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. എന്തിനാ ജീവിക്കുന്നത്? എനിക്ക് എന്റെ ജോലിയുണ്ട്, എന്റെ കുടുംബമുണ്ട്, അതാണ് നമ്മളെ പരിപാടി അല്ല. എന്റെ ലക്ഷ്യം ദീനാണ്. എനിക്കെന്റെ ദീനിന് വേണ്ടിയിട്ട് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് മോൻ വിഷയമായിരുന്നു അള്ളാഹിന്റെ മുമ്പിൽ? ഭാര്യ വിഷയമായിരുന്നു അള്ളാഹിന്റെ മുമ്പിൽ? ആയിരുന്നില്ല. സഹാബാക്കൾക്കായിരുന്നില്ല. യുദ്ധത്തിന് വേണ്ടി അള്ളാഹിന്റെ റസൂൽ വിളിക്കുമ്പോ സഹാബാക്കൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഇതെല്ലാവരും കല്യാണം കഴിക്കാണ്ട് ഇങ്ങനെ സൂഫിയായിട്ട് എടുക്കുക. അത് ദീനല്ല അല്ലെ? എനിക്ക് ദഅവത്തുണ്ട് അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കൂല, എനിക്ക് ദഅവത്തുണ്ട് അതുകൊണ്ട് ഉപ്പാരിമാരെ ഞാൻ നോക്കൂല, എനിക്ക് ദഅവത്തുണ്ട് അതുകൊണ്ട് ഞാൻ മക്കളെ നോക്കൂല. അങ്ങനത്തെ ഒരു ദീനുണ്ടോ? ഇല്ല. അങ്ങനത്തെ ഒരു ദീനില്ല. ഉപ്പാനോടും ഉമ്മാനോടുമുള്ള കടമ പൂർത്തിയാക്കിക്കൊണ്ടുള്ള ദഅവത്ത്, ഭാര്യയോടും മക്കളോടുമുള്ള കടമ പൂർത്തിയാക്കിക്കൊണ്ടുള്ള ദഅവത്ത്, സ്വന്തം ശരീരത്തോടുള്ള കടമ പൂർത്തിയാക്കിക്കൊണ്ടുള്ള ദഅവത്ത്. ഉറങ്ങണം, റാഹത്തായിട്ട് ഉറങ്ങണം. ഭക്ഷണം കഴിക്കണ്ടേ? റാഹത്തായിട്ട് കഴിക്കണം. നമുക്ക് നമ്മളോട് കടമയുണ്ട്. ഇതിനോടൊപ്പം ദഅവത്ത് നമ്മളുടെ നിർബന്ധ ബാധ്യതയാണ്. നമ്മൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ആരാ? നമ്മളെല്ലാവരും അവരവരെ ജോലി നോക്കി പോയാൽ പിന്നെ ഉമ്മത്തിന് ആരാ പറഞ്ഞു കൊടുക്കും? പ്രിയപ്പെട്ടവരെ, കല്ലിനോടും മുള്ളിനോടും മരത്തോടും എന്തിനോടും നമുക്ക് വിളിച്ച് തേടുന്നതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾ ആളുകളോട് ഇറങ്ങി സംസാരിക്കുക. എപ്പോഴാ തിരി അവരുടെ വിശ്വാസം എത്രത്തോളം ജീർണിച്ചതാണ് എന്ന്. ഇസ്ലാമായിട്ട് ജീവിക്കാണ്, മുസ്ലിമായിട്ട് ജീവിക്കാണ്. എന്താ വിശ്വാസം? അള്ളാന്റെ പുറമെ നമുക്ക് ആരോടൊക്കെ ചോദിക്കാം? ആരോട് ചോദിച്ചാലും കുഴപ്പമില്ല, അവർക്ക് അള്ളാഹ് കൊടുക്കുന്ന കഴിവാണെന്ന് വിശ്വസിച്ചാൽ മതി. അപ്പൊ കല്ലിനോട് ചോദിക്കാൻ പറ്റോ? കല്ലിനോടും നമുക്ക് തേടാം. കല്ലിന് അള്ളാഹ് കഴിവ് കൊടുക്കൂലേ എന്ന് വിശ്വസിച്ചാൽ മതി. വികലമായ ഒരുപാട് തത്വങ്ങൾ ഉണ്ടാക്കി അതിലൂടെ മുസ്ലിമീങ്ങളുടെ വിശ്വാസ കുറവിനെ ചൂഷണം ചെയ്ത് അവരെയൊക്കെ ഒരു ഭൂതലോകത്ത് നിർത്തുകയാണ്. അവർക്കും തിരിഞ്ഞിട്ടില്ല ഇതുവരെ. എന്താ അള്ളാഹോട് മാത്രം ചോദിച്ചാൽ പോരെ? എന്താ പ്രശ്നം ഇതില്? ഇവര് വേണം, ഔലിയാക്കൾ വേണം, കാരണം ഇവരങ്ങനെയാണ്, അതാണ്, ഇതാണ്. ഇവരായിട്ട് ഒരുപാട് നമ്മുടെ മുമ്പിലുള്ള മനുഷ്യന്മാരാണ്. ഒരുപക്ഷെ നിങ്ങളടക്കം കൂട്ടുകൂടുന്ന നിങ്ങളുടെ നല്ല ഉറ്റ ചങ്ങാതിമാരാവാം, നിങ്ങളുടെ കുടുംബക്കാരാവാം. അവരുടെ വിശ്വാസം അത്ര കണ്ട് അപകടമാണ്. മക്കത്തെ മുശ്രിക്കീങ്ങളെക്കാൾ അപകടത്തിലാണ് അവർ. പേരെന്താ? അബ്ദുള്ള. പേരെന്താ? മുഹമ്മദ്. മുസ്ലിമാണ്. പള്ളി പോകുന്നുണ്ടോ? തൊപ്പിയുണ്ട്. താടിയുണ്ട്. വിശ്വാസം ഇതാണ്. അതുകൊണ്ട് നമുക്ക് ബാധ്യതയുണ്ട്. നമ്മൾ അതിനുവേണ്ടി ജനിച്ചവരാണ്, അതിനുവേണ്ടി ജീവിക്കേണ്ടവരാണ്. നമ്മൾ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കയ്യിലാണ് ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. ഹജ്ജത്തുൽ വദാഇന്റെ അവസാനത്തെ ദിവസം ഒറ്റക്ക് തുടങ്ങി അല്ലാഹുവിന്റെ റസൂൽ അല്ലെ, ഹിറായിൽ നിന്നും ഒറ്റക്കോടി വന്ന് ഖദീജാന്റെ അടുത്ത് വന്നിട്ട് സമിലൂനി യാ ഖദീജ, പേടിച്ച് വിറച്ച് അവിടുന്ന് ഖദീജ റളിയല്ലാഹു കൊടുത്തൊരു സമാധാനം, നിങ്ങൾ ബേജാറാവണ്ട, അള്ളാഹ് നിങ്ങളെ പാഴാക്കൂല എന്ന് പറഞ്ഞ ആ ധൈര്യത്തിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം അറഫയിൽ നിന്ന് പ്രസംഗിക്കുന്ന ലക്ഷക്കണക്കിന് സഹാബാക്കളാണ് ചുറ്റും. ഒറ്റക്ക് തുടങ്ങി. എന്തെങ്കിലും മുമ്പിലുണ്ടോ? ഖുറൈശി പ്രമുഖർ എല്ലാം എതിര്, മക്ക മുഴുവൻ എതിര്. എന്തെങ്കിലും ഒരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. തായിഫിലേക്ക് പോകുമ്പോ കുറെ കുടുംബക്കാർ അവിടെയുണ്ട്, അവര് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് അല്ലാഹുവിന്റെ റസൂൽ പോയത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു തായിഫുകാരെ സമ്മാനിച്ചത് അല്ലെ. എറിഞ്ഞോടിച്ചു, അതും പോയി. മൂത്താപ്പ ഒന്ന് മുസ്ലിം ആയെങ്കിൽ വലിയൊരു ആശ്വാസമായിരുന്നു. അബൂ താലിബ് ആയോ? എല്ലാ പ്രതീക്ഷകളും അറ്റുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. പക്ഷെ തൗഹീദിന്റെ രംഗത്ത് പിടിച്ചു നിന്നു. അവസാനം ലക്ഷക്കണക്കിന് സഹാബാക്കളെ സാക്ഷി നിർത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂല് അവരോട് പറഞ്ഞു, ഒരുപക്ഷെ അടുത്ത വർഷം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവണമെന്നില്ല സഹാബാക്കളെ, അതുകൊണ്ട് എന്നിൽ നിന്നും ഒരായത്താണ് നിങ്ങൾ പഠിച്ചത് എങ്കിൽ നിങ്ങൾ അത് എത്തിക്കണം അല്ലെ. ചരിത്രത്തിൽ കാണാം,
സഹാബാക്കൾ കുതിര എങ്ങോട്ടാണോ തിരിഞ്ഞു നിന്നത് അങ്ങോട്ട് അവർ പോയി ദഅവത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ സഹാബാക്കൾ മരണപ്പെട്ട് കിടക്കുന്നത്. ദഅവത്തിന് വേണ്ടി അവർ ഇറങ്ങി ചരിത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കണം, വേറെ ആരുമില്ല. അത് നമ്മൾ